ഒമാനിൽ പൾസ് അറിഞ്ഞിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. ലിങ്ക് വേറെ മെയിൻ ആയിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. കസ്റ്റമർ നമ്മുടെ അടുത്ത് സോഫ്റ്റ്വെയർ എടുക്കുന്നത് അവർക്ക് എന്നത്തേക്കും വേണം സപ്പോർട്ട് കിട്ടണം എന്നുള്ളതാണ്. നമുക്ക് അറിയാത്ത മേഖലകളിലാണെങ്കിൽ നമ്മൾ നേരെ കൈ വെക്കരുത്. അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് അറിയുന്ന ഒരാൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടെ വേണം. അപ്പോൾ എനിക്കും മറ്റുള്ള കുട്ടികളോടൊക്കെ പറയാനുള്ളത്, എനിക്കൊരു സ്കില്ല് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ ഏറ്റവും നല്ലത് കോൺടെസ്റ്റുകളിൽ പങ്കെടുക്കാം. പക്ഷെ അത് ആവണം എന്ന് വിചാരിച്ചിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് എത്താൻ പറ്റും. ഒരു ചെറുപ്പക്കാരൻ നാട് വിട്ട് പ്രവാസിയാവുന്നു. അദ്ദേഹം ഒരു പ്രത്യേക കർമ്മമേഖലയിൽ എക്സ്പേർട്ടാണ്. അദ്ദേഹം നാട് വിട്ട് ഇവിടെ എത്തി, അതും നാട്ടിൽ വലിയൊരു ഉദ്യോഗം വേണ്ടെന്ന് വരെ വെച്ച ഒരാളാണ്. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു പ്രമുഖ പേരുമാണ്. അത് ഞാൻ ഇൻ്റർവ്യൂവിൽ പറയാം. അതൊക്കെ വേണ്ടെന്ന് വെച്ച് അദ്ദേഹം ഒരു രാജ്യത്തെത്തുന്നു, അവിടെ ഒരു തൊഴിൽ തേടുന്നു, ആ തൊഴിലിലൂടെ അതിൻ്റെ പാർട്ട്ണർ വരെ ആവുന്നു. അതിനുശേഷം ആ പാർട്ട്ണർഷിപ്പിലുള്ള ബിസിനസ് സ്വന്തമായി നടത്തുന്നു, വളർത്തുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ബിസിനസ് കൂടിയാണ്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ ഒമാൻ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു ബിസിനസ് കോൺക്ലേവിലാണ് ഞാൻ ഈ ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത്. അതിന് മുന്നേ വാട്സപ്പിലൂടെയുള്ള പരിചയമാണ്. അദ്ദേഹം ഇന്ന് എൻ്റെ ഹോട്ട് സീറ്റിലിരിപ്പുണ്ട്. ഫസലുൽ ആബിദ്. ആബിദ്, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു സാർ. ഞാൻ താങ്കളെ നമ്മുടെ ബിസിനസ് കോൺക്ലേവിൽ വെച്ചിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പോഴെനിക്ക് തോന്നി ഒരു സ്പാർക്കുള്ളൊരു കഥയാണെന്നുള്ളത്. താങ്കളുടെ നാട് എവിടെയാണ് ആബിദ്? നാട് എടപ്പാൾ, മലപ്പുറം ജില്ലയിലെ എടപ്പാൾ പറഞ്ഞ സ്ഥലത്താണ് നാട് വരുന്നത്. താങ്കൾ പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചത് അതിനടുത്തുള്ള കുറ്റിപ്പുറം MAS എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് പഠിച്ചത്. താങ്കളുടെ പിതാവ് ആരെങ്കിലും ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഇല്ല, പിതാവ് ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ഞങ്ങളൊരു ആവറേജ് ഫാമിലി ആയിരുന്നു. എത്ര മക്കളാണ് നിങ്ങൾ? 5 മക്കളുള്ളത്. ഇതിൽ 4 താത്താരും ഞാനാണ് ഏറ്റവും താഴെയുള്ള ആളുള്ളത്. ഓ, അത് ശരി. 4 താത്താരെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പഠനം അവസാനിക്കുന്നത്. അപ്പൊ എനിക്ക് അവരൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉപ്പാനൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മളെയൊക്കെ പോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നോ? പഠിക്കാൻ മിടുക്കനായിരുന്നില്ല, ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ താങ്കൾ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉള്ള ആളാണ്. അതെ, എനിക്ക് കോഡിങ്ങിൽ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ എനിക്ക് നല്ല ഒരു പാഷനായിരുന്നു. ഓക്കെ. ആ പാഷൻ എന്താന്നുള്ളത് എനിക്ക് കൂടുതൽ മനസ്സിലായത് എൻ്റെ ഫൈനൽ ഇയർ ആവുന്ന സമയത്ത്, MCA പഠിക്കുന്ന സമയത്ത് ഫൈനൽ ഇയറിലാണ് കൂടുതൽ മനസ്സിലാവുന്നത്. അങ്ങനെ ചില അവിടുത്തെ ജാബിർ സാർ എന്നൊക്കെ പറഞ്ഞൊരു സാറിൻ്റെ ഒക്കെ സഹായത്തോടെ അവർ കോമ്പറ്റീഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെ അതിലൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി. അങ്ങനെയാണ് എനിക്ക് അതിനകത്ത് നല്ല സ്കില്ല് ഉണ്ടെന്നുള്ളത് ഞാൻ തന്നെ തിരിച്ചറിയുന്നത്. അപ്പോൾ എനിക്ക് ആ കോമ്പറ്റീഷൻസിൽ നിന്ന് സെക്കൻഡ് പ്രൈസും ഫസ്റ്റ് പ്രൈസും ഇപ്പോൾ ഓൾ ഇന്ത്യ NIT ലെവലിലൊക്കെ എനിക്ക് ഫസ്റ്റ് പ്രൈസ് അടക്കം കിട്ടിയപ്പോഴാണ് എനിക്ക് ഇതിൽ കൂടുതൽ ഞാൻ ഈ മേഖലയിൽ എത്തിയത് നന്നായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളൊരു സംഭവമാണ്. ആ പ്രോഗ്രാമിൽ എനിക്ക് സ്കില്ല് കൂടുതൽ ഉണ്ടെന്ന് മനസ്സിലായത് ആ സമയത്താണ്. അപ്പോൾ എനിക്കും മറ്റുള്ള കുട്ടികളോടൊക്കെ പറയാനുള്ളത്, എനിക്കൊരു സ്കില്ല് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ ഏറ്റവും നല്ലത് കോൺടെസ്റ്റുകളിൽ പങ്കെടുക്കാം. അത് മാത്രമല്ല, അതിൽ പോക്കറ്റ് മണി നമ്മൾ പഠിക്കുന്ന സമയത്ത് പോക്കറ്റ് മണി കിട്ടുമായിരുന്നോ? അതെ, 10,000 വരെയൊക്കെ നമുക്ക് ചില ഈവെന്റ്സിൽ നിന്ന് കിട്ടാറുണ്ട്. കോളേജ് പഠിക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഒരു വലിയ തുകയാണ്. അത് ശരി. അപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്തത്? പഠനം കഴിഞ്ഞിട്ട് എനിക്ക് അത്രത്തോളം നല്ല മൊത്തത്തിൽ ഓവറോൾ പെർഫോമൻസ് വളരെ കുറവായതുകൊണ്ട്, പിന്നെ അത് മാത്രമല്ല അന്നത്തെ ഒരു സമയത്ത് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ള സമയമായിരുന്നു. അപ്പോൾ ജോലി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ക്യാമ്പസ് ഇന്റർവ്യൂ വളരെ കുറവായിരുന്നു ആ സമയത്ത്. നോർമലി വരാറുള്ളതാണ് വലിയ കമ്പനികളിൽ. അപ്പോൾ അന്ന് ക്യാമ്പസ് ഇന്റർവ്യൂ വളരെ കുറഞ്ഞു. കിട്ടിയ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ എനിക്ക് പെർഫോം ചെയ്യാൻ, അത് ടെക്നിക്കലി ഓക്കെ ആണെങ്കിൽ, അത് മുമ്പത്തെ പെർഫോമൻസ് കുറവാണെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കിട്ടിയതാണെങ്കിൽ വളരെ സാലറി കുറഞ്ഞിട്ടുള്ള കേരളത്തിന് പുറത്തായിരുന്നു. അപ്പം അന്ന് അതിൽ പോവുകയും ചെയ്തില്ല. അങ്ങനെ വീണ്ടും കുറച്ച് ബാംഗ്ലൂർ പോയിട്ട് അവിടെ പോയിട്ട് അന്വേഷിച്ച് ജോലി, അപ്പോഴും ജോബ് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് BTech സ്റ്റുഡൻസിൻ്റെ പ്രൊജക്റ്റുകളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, BTech സ്റ്റുഡൻസിൻ്റെ. എന്നിട്ട് ജോലിയൊന്നും ശരിയാവാതെ തിരിച്ചിങ്ങോട്ട് പോന്നു. തിരിച്ച് കേരളത്തിലേക്ക് വന്നിട്ട് എൻ്റെ ഒരു കെയർ ഓഫിൽ ഫ്രണ്ടിൻ്റെ വഴി കൊല്ലത്തുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ 1 വർഷത്തോളം അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു സാലറി മാത്രം മതിയാവില്ല വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ. അങ്ങനെ എൻ്റെ ഉമ്മ, എൻ്റെ അമ്മാവിൻ്റെ മക്കളൊക്കെ ഇവിടെ ബിസിനസ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. ദുബായ്, ഒമാനിലും ചെയ്യുന്നുണ്ടായിരുന്നു, UAE ഉണ്ടായിരുന്നു അവർക്ക് ബിസിനസ്. ഒമാനിൽ ബുറൈമി പറഞ്ഞ സ്ഥലത്തായിരുന്നു ബിസിനസ്, പിന്നെ UAE ബിസിനസ് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഉമ്മ
അത് അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു ജോലി വേക്കൻസി ഉണ്ടെങ്കിൽ വേണം എന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ട് ആ വേക്കൻസിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ഓഫർ തന്നു, ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാം, ഒരു കമ്പനി തുടങ്ങാം, പോരുന്നുണ്ടോന്ന് ചോദിച്ചിട്ട്. ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ടിരുന്നു പറഞ്ഞു. അപ്പം അന്നത്തെ കോൺഫിഡൻസ് കൊണ്ട് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഞാനത് യെസ് എന്ന് പറഞ്ഞു. ആ യെസ് പറഞ്ഞതാണ് എന്നെ ഇവിടെ എത്തിച്ചത്, ഒമാനിൽ എത്തിച്ചത്. അങ്ങനെ ഒറ്റക്കായിരുന്നു ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു. അത് കൂടാതെ വേറെ ആളുകളുള്ളത് വേറെ ഫീൽഡിൽ, നെറ്റ്വർക്കിംഗ് CCTV ഫീൽഡിലായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നത് ജോലിയായിട്ടാണ്? അതെ, വന്നത് ഒരു എംപ്ലോയി ആയിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരെന്ത് ബിസിനസ്സിലാണ്, അവരെന്ത് ചെയ്യാണ്? അവർ മറ്റുള്ള ടൈൽസിന്റെ ബിസിനസ്സും ഫർണിച്ചേഴ്സിന്റെ ബിസിനസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊരു നിസാർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മാമന്റെ മോനാണ് ഇതിലേക്ക് ഫസ്റ്റ് പിടിച്ച് കൊണ്ടുവന്നത്. അപ്പൊ താങ്കൾ ഇവിടെ വന്ന് എന്ത് ബിസിനസ്സാണ് ആദ്യം തുടങ്ങുന്നത് ഇവരുടെ കീഴിൽ? ഇതിൽ ഫസ്റ്റ് തുടങ്ങുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, CCTV, നെറ്റ്വർക്കിംഗ്, അതേപോലെ പ്രോഗ്രാം, കൂട്ടത്തിൽ സോഫ്റ്റ്വെയറും കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത് എനിക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ, കാരണം കമ്പനി 0 സ്റ്റാർട്ട് ചെയ്യാണ്, അപ്പോൾ കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ പ്രോഗ്രാമിംഗ് കൂടെ ചെയ്യും. അത് കൂട്ടത്തിൽ നമ്മൾ പുറത്ത് പോയിട്ട് ക്യാമറ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി. പിന്നെ കുറച്ച് കാലം റൺ ചെയ്തപ്പോൾ മറ്റത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, കാരണം അത് കോമ്പറ്റീഷനും പിന്നെ കൂടുതൽ ആൾക്കാർ ഇവിടുന്ന് വിട്ടു പോവുകയും ചെയ്തു. അങ്ങനെ ഒരു പാർട്ണർ, CCTVയിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ണർ ഇത് ലീവ് ചെയ്തപ്പോൾ ആ ഗ്യാപ്പിലേക്ക് എന്നെ അവിടെ പാർട്ണർഷിപ്പിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ താങ്കൾ കമ്പനിയുടെ പാർട്ണറായി? താങ്കൾ ജോലിക്കാരനായി വന്നു, അവിടെ പാർട്ണർ ആവുകയാണ്. അതെ തന്നെ. അപ്പൊ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പാർട്ട് ടൈമിൽ ചെയ്ത് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തോ? അതെ, ഡെവലപ്പ് ആയിട്ട് അതിന് ശേഷം നമുക്ക് അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് ആദ്യം സോഫ്റ്റ്വെയർ കൊടുക്കാൻ ഒരു അവസരം കിട്ടി. ഓ, അത് ശരി. എന്ത് സോഫ്റ്റ്വെയർ ആണത്? ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആയിരുന്നു, ERP ആപ്ലിക്കേഷൻസ് പോലെ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആയിരുന്നു. ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റി മാത്രം ഉണ്ടായിരുന്നു, കാരണം ഒരാൾ മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷെ അത് അവർക്ക് ഓക്കെ ആയിരുന്നു, കാരണം ആദ്യം കുറേ എറേഴ്സും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അത് പതുക്കെ ഡെവലപ്പ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഏകദേശം സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് എത്തി. പിന്നെ അവിടുത്തെ തന്നെ ബുറൈമത്തിൽ വലിയൊരു ക്ലയൻറ്റ്, ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പിലേക്ക്, അൽ-അസാനി എന്ന് പറഞ്ഞിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പിലേക്ക് അവിടെ ഒരു എൻട്രി കിട്ടി. അങ്ങനെ അതുവഴി പിന്നെ കൂടുതലായിട്ട് പിന്നെ സൂപ്പർ മാർക്കറ്റിന്റെ ലെവലിലേക്ക് എൻട്രി വരാൻ തുടങ്ങി. ഇതിനൊക്കെ തന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അവിടെ തന്നെ ഉള്ള ഞങ്ങളെ പാർട്ണറിൽ ഒരാളായ റഫീഖ്, എൻ്റെ മെന്റർ കൂടിയാണ്. ഇപ്പോഴും ബിസിനസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുന്ന അവരെടുത്താണ്. അവരെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ നല്ല ക്ലയൻസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ള ഞങ്ങൾ വേറൊരു ഗുണം എന്താ വെച്ചാൽ നല്ലൊരു ടീം പാർട്ട്നേഴ്സിൻ്റെ അടുത്ത്. അപ്പോൾ ഹമീദൊക്കെ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് വരുന്നത് ഞങ്ങൾ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അത് കൂടാതെ മുസ്തഫക്ക, നിഷാബ്, ഇവരൊക്കെ കൂടെയുള്ള 6 പേരാണ് ഇതിനകത്ത് മൊത്തം പാർട്ട്നേഴ്സായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ഒക്കെ നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഡിസിഷൻസ് സ്വന്തമായിട്ട് എടുക്കാൻ എല്ലാവരും ചേർന്ന ഒരു പുതിയ ഡിവിഷൻ ഉണ്ടാക്കുകയായിരുന്നു ഈ സ്ഥാപനത്തിന്. എന്താണ് അതിന്റെ പേര്? സപ്പോർട്ട്. പിന്നെ ഇതിന് ഈ സ്ഥാപനത്തിന് പേര് ലിങ്ക്വേ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്നാണ്. ലിങ്ക്വേ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്. അപ്പൊ ലിങ്ക്വേയിലോട്ട് തിരിച്ചു വരാം. താങ്കൾ നാട് വിട്ട് കോഡിംഗ് തലക്കി പിടിച്ച ആള് ആദ്യം CCTV വർക്ക്, അതിന്റെ വർക്ക് പുറകെ നടക്കുന്നതിന്റെ ഇടയിൽ എക്സ്ട്രാ ടൈം കണ്ടെത്തി ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർ. അത് ബില്ലിംഗ് ആണ്. ബേസിക്കലി ബില്ലിംഗ് അക്കൗണ്ടിംഗ് ഉണ്ട്. അക്കൗണ്ടിംഗ് പ്ലസ് ബില്ലിംഗ് ആണ്. അപ്പൊ ഈ സോഫ്റ്റ്വെയർ ആകെ 4 സ്ഥലത്താണ് ആകെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതെ, ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് എൻട്രി കിട്ടി. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അവര് ഇൻട്രാപ്രനറായിട്ടാണ് ആക്ച്വലി വർക്ക് ചെയ്തത്. അന്നും 15 വർഷത്തോളമായി അവരെത്തിയിട്ട് ഇപ്പോഴും ഞങ്ങളുടെ കൂടെയുള്ള ഒരാളായിരുന്നു വിജീഷ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടെ കൂടെ ഉണ്ട്. അപ്പൊ അവരാണ് തുടക്കത്തിൽ മുതൽ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ. പിന്നീട് അത് വളർന്നോ? എന്തൊക്കെ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്തു? നമുക്ക് നല്ല ക്ലയന്റ് ബേസ് ആയോ? പിന്നെ അതിനുശേഷം സൂപ്പർ മാർക്കറ്റിലെ പ്രൊഡക്റ്റുകൾ വന്നു. പിന്നെ ഒരുപാട് റിയൽ എസ്റ്റേറ്റിന്റെ പ്രൊഡക്റ്റുകൾ വന്നു. അതായത് ഓരോ കസ്റ്റമർ ഓരോ എൻക്വയറി വരുന്ന സമയത്ത് ഞങ്ങൾ ഇല്ല എന്നുള്ളത് ഇല്ലാണ്. കാരണം ഞങ്ങൾക്ക് അത് നല്ല ഈ 2 ടീമായാലും എൻ്റെ കൂട്ടത്തിലുള്ള ആൾ അതേപോലത്തെ ഒരു സ്പിരിറ്റുള്ള ആളായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് നോ എന്ന് പറയണ്ട, ചെയ്യാൻ പറ്റും, അത് മാത്രമേ എന്ത് കാര്യം പറഞ്ഞാലും ചെയ്യാൻ പറ്റും. അന്നത്തെ അവസ്ഥ അതായിരുന്നു. ആ ഒരു എനർജി ആയിരുന്നു അന്ന്. അപ്പൊ എന്ത് വന്നാലും ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് വന്ന്, ഹോട്ടൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, റിയൽ എസ്റ്റേറ്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, ബുനിയ എന്ന് പറഞ്ഞിട്ടുള്ള, പിന്നെ അതേപോലെ ഫാർമസി, ക്ലിനിക്ക്, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ വന്നു. അങ്ങനെ അത് ചെയ്തു കൊടുത്ത് നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയറിൽ ഒരു പ്രശ്നം, നമ്മൾ എന്ത് ഏറ്റെടുത്താൽ വളരില്ല. നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിലേ വളരാൻ പറ്റുള്ളൂ. അവസാനം അതൊരു പ്രോഡക്റ്റിലേക്ക് എത്തിയോ? അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിലും എല്ലാം കൂട്ടിയിട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ബുദ്ധിമുട്ടായി. കാരണം കസ്റ്റമേഴ്സ് ഒരുപാട് കൂടുതൽ വന്നു. കാരണം നമ്മളുടെ ഒരു വിജയം എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് സപ്പോർട്ട് തന്നെയാണ്. നമ്മൾ ആദ്യം മൗത്ത് പബ്ലിസിറ്റിയിലാണ് നമ്മളൊരു കസ്റ്റമർക്ക് നല്ല സർവീസ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ തന്നെ നമ്മളെ തിരിച്ചും സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു. ഞങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ പുതിയ ആളുകളെ ഇവിടെ കുറേ എംപ്ലോയീസിനെ പുതുതായിട്ട് കൊണ്ടുവന്നു. പിന്നെ ഒരുപാട് പ്രൊഡക്റ്റ് ഇന്ന്
കുറച്ചിട്ട് ഏതെങ്കിലും ഒരു ഡൊമൈനിലേക്ക് അവിടെ ഒന്ന് ഫോക്കസ് ചെയ്യാന്ന് വെച്ചു. എല്ലാത്തിലേക്കും കൈവെക്കുന്നതിന് പകരം കുറച്ച് ഡൊമൈനിലേക്ക് ഫോക്കസ് ചെയ്യാന്ന് വെച്ചു. ഞങ്ങൾ ഈസി അക്കൗണ്ട്സ് എന്നുള്ള പ്രൊഡക്റ്റിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതിനകത്ത് ഇപ്പോൾ വാൻ സെയിൽസ്, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള ഒരു വാൻ സെയിൽ ആപ്ലിക്കേഷൻ, പ്രത്യേകിച്ച് ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ ഒരു യൂണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയാം. മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിന് നോക്കുന്ന സമയത്ത് യൂണീക്ക് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ അൽമറായി ഏജൻസികൾ അതുപോലെ വലിയ കമ്പനികളൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സോഫ്റ്റ്വെയറുകൾ എടുത്തു കഴിഞ്ഞാൽ ഇന്നിപ്പോ നിങ്ങൾ കേറ്റർ ചെയ്യുന്നത് ഒന്ന് റീറ്റെയിൽ ശൃംഖല, അത് ഹോട്ടലായിരിക്കാം, റെസ്റ്റോറൻറ്റുകളായിരിക്കാം, ഹോസ്പിറ്റലുകളായിരിക്കാം, അതെ, പിന്നെ സെയിൽസിലുള്ളവരെ സഹായിക്കാനായിട്ട്. അപ്പോൾ അത് റിപ്പോർട്ടിങ്ങിനാണോ? അതെ, HR സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ അത് കൂടാതെ റിപ്പോർട്ടിംഗ് ആപ്ലിക്കേഷൻ. സെയിൽസിലേക്ക് സ്പെഷ്യലായിട്ടൊരു സോഫ്റ്റ്വെയർ ഇല്ല, പക്ഷെ നമുക്ക് എല്ലാത്തിൻ്റെ ഭാഗമാണല്ലോ നമ്മൾ നേരത്തെ. അപ്പൊ അതുകൊണ്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഈ അക്കൗണ്ടിങ് നമ്മുടെ ഇവിടുത്തെ ഒമാനിലെ വലിയ ക്ലയൻസ് എവിടെയൊക്കെയാണ്? ഞങ്ങളിപ്പോ ജോയിൻ ചെയ്തിരിക്കുന്നത് ഓഡുവിന്റെ പാർട്ട്ണർഷിപ്പ്. കാരണം ഇപ്പൊ ഞങ്ങൾ നിലവിലുള്ള ഞങ്ങളുടെ പ്രൊഡക്റ്റുകളുണ്ട് സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകൾ മാത്രമേ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി വ്യാപിപ്പിക്കാൻ വേണ്ടി, കാരണം ഞങ്ങളുടെ സ്കില്ലുള്ള ആളുകൾ ഞങ്ങളുടെ കമ്പനിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വലിയ കസ്റ്റമേഴ്സിനെ മിസ്സാക്കണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒരു ഓഡുവിന്റെ പാർട്ട്ണർഷിപ്പ്, ഓഡു ഇന്റർനാഷണൽ ലെവൽ സോഫ്റ്റ്വെയർ ആണ്, അതിന്റെ ഒമാനിലെ ഒരു പാർട്ട്ണറാണ് ഞങ്ങളുള്ളത്. അപ്പൊ അതുകൊണ്ട് വന്നു. അതിനുശേഷം സെലക്സ് പോലത്തെ വലിയ കമ്പനികളൊക്കെ നമ്മളിപ്പോൾ ക്ലൈന്റ് ഒമാനില് തന്നെ. അതുപോലെ അൽസഫ എന്നുള്ള കമ്പനികളിലൊക്കെ നമുക്ക് ക്ലിനിക്കിന്റെ സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. അൽസഫ വലിയ വലിയ ക്ലയൻസുകളായി, വലിയ ക്ലയൻസുകളായി. ഇത് ഓരോ ഏരിയയിൽ വലിയ ക്ലയൻസിനാണ് കൊടുത്തിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റുകളായാലും ഓരോ ഏരിയയിൽ, പ്രത്യേകിച്ച് ബുറൈമിലത്തെ ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റും നമ്മുടെ അണ്ടറിലാണ് വന്നിട്ടുള്ളത്. എവിടെയൊക്കെ നമുക്ക് പ്രസൻസ് ഉണ്ടാവും? ഇപ്പോൾ ഒമാനിലെ എല്ലാ സ്ഥലത്തും, സലാലയിലും ബുറൈമി, മസ്കറ്റ്, എല്ലാ സ്ഥലത്തും, ഒമാനിലെ എല്ലാ സ്ഥലത്തും സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. അത് ദുഃഖം അങ്ങനെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ പിന്നെ UAE ബിസിനസ് വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദുബായിൽ അവിടെ ഓഫീസുണ്ട്, ദുബായിൽ ഓഫീസുണ്ട്, ദുബായ് KSIC വെരി ഗുഡ്. വേറെ എവിടെയാണോ? പിന്നെ ഇന്ത്യയിൽ അതിനുശേഷം, കാരണം സപ്പോർട്ട് ഇവിടുത്തെ കുറച്ച് വിസ പ്രോബ്ലം ഉള്ളത് കൊണ്ടൊക്കെ ആയിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ കൂടെ എന്ത് ചെയ്യേണ്ടതെന്ന് ഒരു സ്ഥാപനം വെച്ചു. പിന്നെ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ട് നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റും. ഇവിടെ ഫ്രൈഡേ ആണെങ്കിൽ നാട്ടിലേക്ക്, ഇവിടെ ലീവ് ഉള്ള സമയത്ത് നാട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടും. അപ്പൊ അത് ബാക്ക് എൻഡ് സപ്പോർട്ടിന് കൊടുക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പൊ കസ്റ്റമേഴ്സ് നാട്ടിൽ ചങ്ങരംകുളം വന്ന സ്ഥലത്ത്, എടപ്പാളിനടുത്ത് ചങ്ങരംകുളം, അവിടെ നല്ലൊരു ഓഫീസ്. ചങ്ങരംകുളത്ത് നാട്ടിലൊരു ഓഫീസുണ്ട്, UAE-യിലുണ്ട്, മസ്കറ്റിലുണ്ട്. അതെ അതെ. വേറെ എവിടെയാണ്? ഒമാനിലും ദുബായിലും UAE-യിലും കൂടാതെ പിന്നെ സൗദിയിലാണ്. സൗദിയിൽ ഡയറക്റ്റ് ഇല്ല, ഡിസ്ട്രിബ്യൂഷൻ വഴിയാണ് അത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഈ സോഫ്റ്റ്വെയറുകളെ കുറിച്ച്, താങ്കൾ അതിൻ്റെ ഒരു എക്സ്പെർട്ടാണ്, കോഡിങ് എക്സ്പെർട്ട് ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. പഴയ കാലത്തൊക്കെ നമ്മൾ സ്മോൾ ആൻഡ് മീഡിയം ഓൺട്രപ്രണേഴ്സ് കേട്ടോ, വലിയ കോർപ്പറേറ്റുകളല്ല, കാര്യം ഈ ലോകം മുഴുവൻ മാറിയെങ്കിലും ഇപ്പോഴും പുസ്തകത്തിൽ എഴുതുന്നവരും എക്സൽ ഷീറ്റും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. സോഫ്റ്റ്വെയർ അതിൻ്റെ പ്രസക്തി എന്താണ്? എക്സലിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് ഒരു ക്ലിക്കിൽ അറിയാൻ പറ്റും. എക്സലിൽ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ എക്സലിൽ കുറച്ച് എക്സ്പെർട്ടുകൾക്ക് പറ്റുള്ളൂ. പിന്നെ ബില്ലിങ്ങിൻ്റെ ഫോർമാറ്റ് സെറ്റ് ചെയ്യാനും, ഈസി ആയിട്ട് ബില്ല് അടിച്ചു കൊടുക്കാനും, അവിടുത്തെ സ്റ്റോക്കിനെ കീപ്പ് ചെയ്യാനും, അതേപോലെ അവിടുത്തെ മൊത്തം കണക്കുകൾ, അതായത് എക്സ്പെൻസുകളും ഇൻകംസും എത്രയെന്നുള്ള അറിയാം. കാരണം ഇൻകം എക്സ്പെൻസ് നമ്മൾ കമ്പയർ ചെയ്താൽ, അനലൈസ് ചെയ്താൽ മാത്രമേ കമ്പനിയുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ അറിയാനും ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ മസ്റ്റായിട്ട് അവിടെ ഉപയോഗിക്കണം. എക്സൽ മതിയാവില്ല. ഈ സോഫ്റ്റ്വെയർക്ക് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് വലിയ ബ്രാൻഡുകൾ, SAP അടക്കം വലിയ വലിയ ബ്രാൻഡുകളുണ്ട്. സ്മോൾ ആൻഡ് മീഡിയം ഓൺട്രപ്രണേഴ്സ് ഈ വലിയ ബ്രാൻഡുകളിലേക്ക് പോകുന്നതാണോ, അതോ തങ്ങളെപ്പോലെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള നല്ല ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നതാണോ നല്ലത്? സ്മോൾ ആൻഡ് മീഡിയം കമ്പനികളെ സംബന്ധിച്ച് വലിയ ബ്രാൻഡിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ കമ്പനി കിട്ടുന്ന ഇൻകത്തിനേക്കാളും കൂടുതൽ സോഫ്റ്റ്വെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. അവരെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അത് വലുതാവുന്ന സമയത്ത് നമുക്ക് നോക്കാവുന്നു. നോർമൽ ലെവലിലാണെങ്കിൽ ഇതുപോലെ കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർസ് തന്നെ മതിയായിരിക്കും. അപ്പോൾ താങ്കൾക്ക് പ്രോഡക്റ്റ് ഉണ്ട് അല്ലേ? പ്രോഡക്റ്റുകളാണ്, പക്ഷേ ഈ പ്രോഡക്റ്റുകൾ തന്നെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അതെ അതെ. നോർമലി ആ പ്രൊഡക്റ്റ് മാക്സിമം സ്യൂട്ട് ആവും, ചെറിയ കമ്പനികൾക്കൊക്കെ മാക്സിമം സ്യൂട്ട് ആവും. ഇൻ കേസ് അവരുടെ എക്സ്ട്രാ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ എടുക്കുന്ന കാര്യത്തിൽ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഞാൻ ഇതിനകത്ത് കുറേ കാര്യം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാണ്. സോഫ്റ്റ്വെയർ എടുക്കുന്ന സമയത്ത് ലോക്കൽ സപ്പോർട്ട് അവിടെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ ഇൻ കേസ് പുതിയ ഫീച്ചേഴ്സ്, എന്തെങ്കിലും ഒരു പുതിയ അപ്ഡേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിന് കാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ ടീമിൽ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ചിലപ്പോൾ വാറ്റ് വന്നു, ഇലക്ട്രോണിക് ഇൻവോയ്സ് വന്നു, ഇങ്ങനത്തെ ഒക്കെ വരുന്ന സമയത്ത് അത് ആ പ്രൊഡക്റ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നേരത്തെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ സോഫ്റ്റ്വെയർ കുറച്ച് കഴിഞ്ഞാൽ മാറ്റേണ്ടി വരും. താങ്കൾ എൻ്റെ ഒരു വാക്ക് പറഞ്ഞു, ഇലക്ട്രോണിക് ഇൻവോയ്സ്. അതെ അതെ. ഒമാനിൽ അതൊരു പുതിയ കാര്യമാണോ? അതെ, ഒമാനിൽ ഈ വർഷം
ആദ്യം തുടക്കത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് നീട്ടിപ്പോയി. ഇനി വരാണെങ്കിൽ വരവാണ്. അതെന്താണ് ഈ ഇലക്ട്രോണിക് ഇൻവോയ്സ് അല്ലെങ്കിൽ ഈ ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥാപനത്തിൽ ബില്ല് ചെയ്യുന്ന സമയത്ത്, റീറ്റെയിലോ ഹോൾസെയിൽ എന്തായിക്കോട്ടെ, അത് ബില്ല് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് ടാക്സ് അതോറിറ്റിയുടെ സൈറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതിനൊരു ഫോർമാറ്റ് തരുന്നുണ്ട്. ആ ഫോർമാറ്റിൽ ഡിജിറ്റലി സൈൻ ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്തിട്ട് 2 ടൈപ്പിലാണ് നടക്കുന്നത്. ഒന്ന് B2C, അത് ബിസിനസ് ടു കൺസ്യൂമർ. ഒന്ന് B2B. B2C ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 24 ഹവറിൻ്റെ ടൈം കിട്ടും. ഈ 24 ഹവേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് അപ്ലോഡ് ചെയ്താൽ മതി. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് 24 ഹവറിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്താൽ മതി. B2B ബിസിനസ്സിനാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഇവിടുത്തെ ഒമാനിൽ ടാക്സ് അതോറിറ്റിയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം അവിടുന്ന് അത് സൈൻ ചെയ്ത് കിട്ടിയതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു QR കോഡ് കിട്ടും. അത് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ B2B ബിസിനസ്സിനായി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ നമുക്ക് ട്രാൻസ്പാരൻസിയെ കൊണ്ടുവരും. നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനും പറ്റില്ല. കാരണം ഒരു ബില്ല് അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് എഡിറ്റിങ്ങോ ഡിലീറ്റിങ്ങോ ഒന്നും പറ്റില്ല. അതൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങൾ ഓൾറെഡി സൗദിയിൽ ചെയ്തിരിക്കുന്നു, സാറ്റ്കയിൽ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഇൻ കേസ് ഒമാനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നമുക്കിപ്പോൾ നിലവിൽ ഈ ഒമാനിലത്തെ ഗൈഡൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല, എന്താണ് എപ്പോഴാണ് കമ്പനി തുടങ്ങുന്നത് എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ വാർത്തകൾ വെച്ചിട്ട് ഈ വർഷം വരികയാണെങ്കിൽ കോർപ്പറേറ്റ് വലിയ കമ്പനികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. വരും വർഷങ്ങൾ, അടുത്ത വർഷങ്ങളോ അല്ലെങ്കിൽ പിറ്റത്തെ വർഷങ്ങളായിട്ടാണ് എല്ലാ മീഡിയം ലെവലിലേക്കൊക്കെ ഇത് എത്താൻ ചാൻസ് ഉള്ളൂ. കാരണം ഇത് പല ഘട്ടങ്ങളിലായിട്ടാണ് സൗദിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒമാനിലും ചാൻസ് ഉള്ളൂ. പക്ഷെ എങ്ങനെ വന്നിരുന്നാലും നമുക്ക് ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് റെഡി ആയിട്ടിരിക്കാൻ നമ്മുടെ കമ്പനി ഇതിന് റെഡി ആയിട്ടിരിക്കാൻ. അബിദ് നാട് വിട്ട് ഇവിടെ വന്ന് ഒരു ചെറിയ ജോലിയിൽ തുടങ്ങി അതിന്റെ ഉടമസ്ഥനായി അല്ലെങ്കിൽ പാർട്ട്ണറായ ഒരു വ്യക്തിയാണ്. ഒമാനിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ബിസിനസ് തുടങ്ങാൻ വരുന്നവർ അവരുടെ ഒരു സ്വപ്നഭൂമി എന്ന് പറയുന്നത് ദുബായാണ്. ഒമാനിലേക്ക് അധികം പേര് വന്ന് കണ്ടിട്ടില്ല. ഈ ഒമാൻ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു മണ്ണാണ്. അത് ഒമാനെ സംബന്ധിച്ചിട്ട് ഇവിടെ ഓപ്പറേഷൻ കോസ്റ്റ് കുറവാണ്. പിന്നെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. ഇവിടെ ഫാമിലി ആയിട്ട് താമസിക്കാൻ ബെസ്റ്റാണ്. പിന്നെ നല്ല ഒമാനികളുടെ നമുക്ക് ഒരുപാട് ഒമാനി കസ്റ്റമേഴ്സ് ഉണ്ട്. അവരുടെ പെരുമാറ്റങ്ങളും ഇവിടെ നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമുള്ള രാജ്യമാണ്. കാരണം ഞങ്ങൾ ദുബായിലും ഇവിടെ ഉള്ളത് കൊണ്ട് പറയാണ്, ഒമാന് പൾസ് അറിഞ്ഞിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിൾ. ഞാൻ സംസാരിക്കുന്നവരെല്ലാവരും ഒരേ കാര്യമാണ് പറയുന്നത്. കാരണം ഒമാനികൾ വളരെ നമ്മളെ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളികളെ, മലബാറികൾ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ ഇവിടുത്തെ മലയാളികൾ എല്ലാവരും തന്നെ നമുക്ക് ഇതുവരെ നമുക്ക് നല്ല അനുഭവം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ദുബായ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം ഹൈ വോളിയം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ഉള്ള കസ്റ്റമേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഭാഗം. അപ്പൊ ഇത് ചിലപ്പോൾ താങ്കൾ ഈ ഒമാനിൽ ഈ ലിംഗ്വേ ഇട്ടിരിക്കേണ്ട ആളല്ല. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന, നമ്മൾ ചിലരെങ്കിലും ഒന്ന് ഭയക്കുന്ന ഒരു സ്ഥാപനം, അതിന്റെ ചിലപ്പോൾ ഒരു അവിടെ മുകളിൽ ഇരിക്കേണ്ട ഒരാളാണ്. എന്തായിരുന്നു ആ സംഭവം? ഞാനിവിടെ ഒമാനിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ CBIന്റെ ഒരു എക്സാം എഴുതിയിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ ജാബിർ സാർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ക്ലാസ് ട്യൂട്ടർ ആയിരുന്നു. അവരുടെ റെക്കമെൻഡിൽ ചെയ്തതാണ്. അങ്ങനെ ചെയ്തിട്ട് എനിക്കതിൽ ഇന്റർവ്യൂ ടെസ്റ്റ് പാസ്സായി. പിന്നെ ചെന്നൈയിൽ വെച്ചിട്ട് വേറൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതും പാസ്സായി. പിന്നെ അതിനുശേഷം അതിൽ നിന്ന് വേറെ കോളൊന്നും വരാത്തത് കൊണ്ട് ഇങ്ങോട്ട് ഒമാനിലേക്ക് വന്നു. ഒമാനിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് വീണ്ടും അവിടേക്ക് ഫൈനൽ കോൾ കിട്ടിയത്. ഡൽഹിയിലേക്ക് വെച്ചിട്ട് ഇന്റർവ്യൂ ഉണ്ട്, ഫൈനൽ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞിട്ട്. ആകെ 18 പോസ്റ്റാണ് വേക്കൻറ്റ് ഉണ്ടായിരുന്നത്. ഈ CBIയിലേക്ക് അകത്ത് പ്രോഗ്രാമേഴ്സിനെയാണ് അവർക്ക് വേണ്ടത്, CBIക്ക് അകത്തുള്ള പ്രോഗ്രാമേഴ്സിന്. അപ്പോൾ അതൊക്കെ എനിക്ക് കിട്ടിയപ്പോൾ ഒരുപാട് കോൺഫിഡൻസ് വന്നിട്ടുള്ള ഒരു മേഖല ആയിരുന്നത്. അതെ, മസ്കറ്റിലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ CBIന്റെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. കാരണം ഉപ്പാടെ നിർദ്ദേശപ്രകാരം തന്നെ വീണ്ടും ഞാൻ തിരിച്ച് നേരെ ഡൽഹിയിൽ, വീട്ടിൽ പോയില്ല, നേരെ ഡൽഹിയിൽ പോയി. എന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾ പാർട്ട്നേഴ്സും പറഞ്ഞു, നമ്മളന്ന് തുടങ്ങിയ സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അധികം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാർട്ട്നേഴ്സും പറഞ്ഞു, പോയിക്കോ, കുഴപ്പമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചാൻസ് കളയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ പോയപ്പോൾ അന്നത്തെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞു, നിങ്ങളിതിൽ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞു. കാരണം ടെസ്റ്റ് എല്ലാം പാസ്സായിട്ടുണ്ടായിരുന്നു. എലിജിബിൾ അല്ലാതിരിക്കാൻ കാരണം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിസൾട്ട് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ പാസ്സായ ആളുകൾക്കാണ്, അത് ഒരു 2 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. ഈ 2 മാസം മുമ്പേണ് ഇത് പാസ്സായിരുന്നെങ്കിൽ ഇതിനകത്ത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു അത് അറ്റൻഡ് ചെയ്താൽ കിട്ടും എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കോൾ വന്നോ?
പിന്നെ വേറെ വേക്കൻസി വേറെ കോൾസ് വന്നത് ഒന്നിനും പിന്നെ ഞാൻ പോയിട്ടില്ല. കാരണം എനിക്ക് അതിന്റെ ഇടയ്ക്ക് ഓൾറെഡി കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ എനിക്ക് ഇവിടുന്ന് വേറെ പോകണ്ടെന്ന് തന്നെ ഞാൻ തീരുമാനം എടുത്തു. കോൾസ് വന്നതൊന്നും ഞാൻ പിന്നെ പോയിട്ടില്ല. അടുത്തതിന് പോയിരുന്ന ചിലപ്പോ CBI ഉദ്യോഗസ്ഥനായി നാട്ടിലിരിക്കേണ്ട ആളാണ് മസ്കറ്റിൽ പെന്നോട് പോയിരുന്ന ഒരു സ്പാർക്കുള്ള കഥ പറയുന്നത്. അതെ അതെ, ഒരു പക്ഷേ കിട്ടിയിരിക്കും. നമുക്ക് ലിങ്ക് വേയിലോട്ട് തിരിച്ചു വരാം. ലിങ്ക് വേ ബാക്കിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? ലിങ്ക് വേ മെയിനായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റുകളായാലും നമ്മൾ രണ്ട് കാര്യത്തിലാണ്. ഒന്ന് പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് നമുക്കൊരു ഫ്യൂച്ചറിലേക്ക് AI വരുമ്പോൾ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇതിന് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ എല്ലാ ലെവലും നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു പ്രൊഡക്റ്റ് അതേപോലെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കസ്റ്റമർക്ക് നമുക്ക് ഫൈനലി വേണ്ടെന്നല്ല, അവരുടെ കാര്യങ്ങൾ നടക്കണം. ഇത് സോഫ്റ്റ്വെയർ കൊടുത്താലും പോരാ, കാരണം അവർക്ക് സോഫ്റ്റ്വെയർ കൊടുത്തിട്ട് നമ്മൾ പോകുന്ന പരിപാടി അല്ല അവർ ചെയ്യേണ്ടത്. കാരണം കസ്റ്റമർ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് വേണം, സപ്പോർട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നല്ല പ്രൊഡക്റ്റുകളും നല്ല സർവീസും, ഇതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. അത് മാത്രം മതി എനിക്ക് തോന്നുന്നത് ഈ സോഫ്റ്റ്വെയറിൽ. തീർച്ചയായിട്ടും. കാരണം പൊതുവെ ഈ സോഫ്റ്റ്വെയറെ കുറിച്ചുള്ള കംപ്ലൈന്റ് താങ്കളുടെ ഫസ്റ്റ് കസ്റ്റമർ അടക്കം അല്ലേ, ആദ്യം തന്നെ നമ്മളൊരു സാധനം പ്രോഡക്റ്റ് കൊണ്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും ഒരു റീറ്റെയിലുകാരനായിരിക്കാം, അയാളെ സംബന്ധിച്ചിടത്തോളം 2 മിനിറ്റ് അത് വൈകിയാൽ അയാൾക്ക് അത് പ്രശ്നമാണ്. ചിലപ്പോൾ രാത്രി ആയിരിക്കാം, പകലായിരിക്കാം. അവിടെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ആ നിമിഷം അതിന്റെ സൊല്യൂഷൻ കൊടുത്തിലെ പ്രശ്നമാണ്. അപ്പൊ അതെങ്ങനെ നിങ്ങൾ എൻഷുർ ചെയ്യും? അതെ, അത് സൂപ്പർ മാർക്കറ്റുകൾ പോലത്തെ ആണെങ്കിൽ നമുക്ക് വളരെ തീരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം വർക്ക് സ്റ്റോപ്പ് ബിൽഡിംഗ് ഓഫ് ആവാൻ പറ്റില്ല. ആ കേസുകളിൽ നമുക്ക് ഓൾറെഡി പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്. നെറ്റ്വർക്കിൽ പ്രോബ്ലം വന്നാൽ പോലും അത് വർക്ക് ചെയ്യുന്ന ഓഫ്ലൈനായിട്ട് വർക്ക് ചെയ്യുന്ന പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്. അത് കൂടാതെ അവിടുത്തെ ആളുകൾക്ക് ട്രെയിൻഡ് കൊടുത്തിട്ടുണ്ട്. കേസ് എമർജൻസി സപ്പോർട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഫസ്റ്റ് എയ്ഡ് പോലത്തെ നമ്മളത് കൊടുക്കും. പിന്നെ നമുക്ക് കൂടാതെ ഇവിടെ നാട്ടിലായാലും ഇവിടെ ആയാലും സപ്പോർട്ട് ടീം ഉണ്ട്, അത് ഓൺലൈനിൽ സപ്പോർട്ട് ചെയ്യും. ഇൻ കേസ് അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഓൺ സൈറ്റിൽ പോയിട്ട് സപ്പോർട്ട് കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ട് വരാറില്ല. ഇൻ കേസ് വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട്. വന്നാൽ തന്നെ നമ്മൾ ഓൺ ദി സ്പോട്ട് റെമഡി കൊടുക്കാറുണ്ട്. താങ്കൾക്ക് എത്ര എംപ്ലോയീസ് ഉണ്ട് ഇപ്പോൾ? ഇപ്പോൾ 20 എംപ്ലോയീസ് ഉണ്ട്. 20ഓളം പേർക്ക് നമ്മൾ ഈ ഡിവിഷനിൽ മാത്രമായിട്ട് എല്ലാ സ്ഥലത്തും. അതിനോടൊപ്പം ചോദിച്ചോട്ടെ, താങ്കളുടെ ഈ ലിങ്ക് വേ വേറെന്തെങ്കിലും ബിസിനസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ബിസിനസ് വേറെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു വാട്ടർ പ്യൂരിഫയർ കമ്പനി, വാട്ടർ ഫിൽറ്ററിന്റെ കമ്പനി ബുറൈമിൽ തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം ഈ ലിങ്ക് വേയുടെ അത് നമ്മൾ കമ്പനിയുടെ മറ്റ് പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് ക്യാഷ് വാങ്ങിയിട്ടില്ല, ഇതിന്റെ ഒരു പ്രോഫിറ്റ് എടുത്തിട്ട് ആണ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വാട്ടർ പ്യൂരിഫയർ കമ്പനി ചെയ്തത്. പക്ഷെ അതും മുന്നോട്ട് പോയിട്ടില്ല. കാരണം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ ക്യാഷ് അങ്ങോട്ട് ഇറക്കൽ മാത്രമായി, ഇതിന് പ്രോഫിറ്റ് വരാത്ത അവസ്ഥയിലായി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അറിയാത്ത മേഖലകളിലാണെങ്കിൽ നമ്മൾ നേരെ കൈ വെക്കരുത്. അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് അറിയുന്ന ഒരാൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടെ വേണം. ഇപ്പൊ എനിക്ക് തോന്നുന്നത്, എനിക്ക് സോഫ്റ്റ്വെയറിലേക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ അതിനെ കുറിച്ച് അറിയുന്നത് കൊണ്ടാണ്. പിന്നെ ഒരു കമ്മിറ്റ്മെന്റ് വേണം. ഇപ്പൊ ഞാനിപ്പോ ഇതിൽ ഒരു സക്സസ് ആവാൻ കാരണം കൺസിസ്റ്റൻസി എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം തുടക്കത്തിൽ എനിക്ക് വേറെ ജോബ് ഓഫേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കേണ്ടി വന്നു. 2 കാര്യമാണ് അതിനകത്ത്. ഒന്ന്, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആൾക്കാരുള്ള കമ്മിറ്റ്മെന്റ്, അത് കൂടാതെ കസ്റ്റമേഴ്സിനുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. കാരണം ഈ കസ്റ്റമർ നമ്മുടെ അടുത്ത് സോഫ്റ്റ്വെയർ എടുക്കുന്നത് അവർക്ക് എന്നത്തേക്കും വേണം സപ്പോർട്ട് കിട്ടണം എന്നുള്ളതാണ്. ഞാൻ ഈ സോഫ്റ്റ്വെയർ ഇവിടെ ഉണ്ടാക്കിയിട്ട് പിന്നെ പോയി കഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് കിട്ടില്ല. ഇത് കസ്റ്റമേർഡ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് എനിക്ക് എത്രത്തോളം കസ്റ്റമേഴ്സ് സപ്പോർട്ട് തന്നു അത് തിരിച്ചെനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊരു കൊടുത്തത് കൊണ്ട് എനിക്ക് വളരെ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് വളരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ താങ്കൾ ഒരു പാഠം പഠിച്ചു, അറിയുന്ന മേഖലയിൽ പണം മുടക്കുക. എത്ര നഷ്ടം വന്നതിൽ? 10 lakh Indian rupees. 10 ലക്ഷം പോയി കിട്ടി. ആ 10 ലക്ഷം മുടക്കി താങ്കൾ പഠിച്ചു, നമ്മൾ ഏത് കർമ്മ മേഖലയിലാണോ അവിടെ ശ്രദ്ധിക്കുക, ആവശ്യമില്ലാതെ വേറെ ഡൈവേഴ്സിഫൈ ചെയ്ത് പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധി. പോകാൻ പറ്റും, പക്ഷെ പോകണമെങ്കിൽ അതിന് പറ്റിയ ഒരാള് അവിടെ ആളുണ്ടാവണല്ലേ. നമ്മൾ അതിനെ കുറിച്ച് നമ്മുടെ ഫോക്കസ് അങ്ങോട്ട്. അതെ, ഫോക്കസ് ഡെഡിക്കേറ്റ് ആയിട്ട് നിന്നാൽ മാത്രമേ ബിസിനസ് വളർത്താൻ പറ്റുള്ളൂ നമുക്ക്. അന്നത് എനിക്ക് മനസ്സിലായി. ലിങ്ക് വേയിലെ ഇന്ന് എന്തൊക്കെ അവസരങ്ങളാണ് ലിങ്ക് വേ മുന്നോട്ട് വയ്ക്കുന്നത്? ലിങ്ക് വേ ഇപ്പോൾ നമുക്ക് ഞങ്ങളൊരു എയിം എന്താണെന്ന് വെച്ചാൽ GCCയിൽ മൊത്തത്തിൽ ലിങ്ക് വേ വ്യാപിപ്പിക്കാനുണ്ട്. ഇപ്പം നിലവിൽ 3 കൺട്രീസിലുള്ളൂ. അത് കൂടാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കുവൈത്തിലായാലും ഒക്കെ കസ്റ്റമേഴ്സ് ഉണ്ട്. ബഹ്റൈനിലുണ്ടായിരുന്നു, കുവൈത്തിൽ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അതേപോലെ GCCയിൽ എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സൗദിയിൽ അതേപോലെ ഡിസ്ട്രിബ്യൂട്ടറാണുള്ളത്. അതുപോലെ മറ്റുള്ള സ്ഥലങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് അത് അവർക്കൊരു ലിങ്കാണ്, ഞങ്ങൾക്കും വളരെ. അതായത് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. GCCയിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാം? GCCയിൽ എല്ലാ രാജ്യങ്ങളും, ബഹ്റൈന്, ഖത്തർ, ഇവിടെയൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻസ് കൊടുക്കാൻ പറ്റും. സൗദി ഉണ്ടോ?
സൗദിയിൽ ഓൾറെഡി ഉണ്ട് കുവൈറ്റ്. പക്ഷെ എന്നാലും അവിടെ കൊടുക്കാം, കുവൈത്തിൽ കൊടുക്കാൻ പറ്റും, എല്ലാ സ്ഥലത്തും കൊടുക്കാം. കാരണം ഇപ്പോൾ ഓൾറെഡി നല്ലൊരു ടീമുണ്ട്, സോഫ്റ്റ്വെയർ ടീമുണ്ട്, അവർക്ക് നല്ല പ്രൊഡക്റ്റ് ഇല്ലാത്ത പ്രശ്നമാണ്. ഈവൻ CCTV ആയിക്കോട്ടെ, നെറ്റ്വർക്കിംഗ്, ഈ ഒരു IT റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് നല്ലൊരു സപ്പോർട്ട് ടീം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കാൻ പറ്റും. അവർക്ക് പ്രൊഡക്റ്റിന്റെ ഭാഗം ലോക്കൽ മാർക്കറ്റിൽ കസ്റ്റമർ കൊണ്ടുവന്നാൽ മതി, കസ്റ്റമർ കൊണ്ടുവന്ന സപ്പോർട്ട് ഒക്കെ നിങ്ങൾ കൊടുക്കും. അതെ, അവർക്കൊരു എക്സ്ട്രാ ഇൻകമായി മാറും ചെയ്യാതെ. കാരണം വെച്ചാൽ അവർക്ക് ഒരു പുതിയൊരു മേഖല തുറന്നു കിട്ടും. അത് ഇതിനകത്തേക്ക് ബാക്ക് ആൻഡ് സപ്പോർട്ട് ഫുള്ളായിട്ട് ഞങ്ങൾ കൊടുക്കും. അപ്പൊ താങ്കൾ ലിങ്ക്വേയിലൂടെ വളർന്ന ഒരാളാണ്. അതെ. താങ്കളുടെ വിജയത്തിന്റെ പിന്നിൽ എന്താണ്? വിജയത്തിന്റെ പിന്നിൽ ഒന്ന് റിസ്ക് എടുക്കാന്നുള്ളത്, പിന്നെ എടുത്ത വർക്കിനോട് ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കാന്നുള്ളത്, അത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളോടും അത് ചെയ്യാന്നുള്ളത് തന്നെയാണ്. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഒരു ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോക്കസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കത് ആവണം എന്ന് വിചാരിച്ചിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് എത്താൻ പറ്റും. പിന്നെ എൻ്റെ ഉപ്പ പണ്ട് തന്നെ, ഉപ്പ ഇപ്പം എൻ്റെ കൂടെ അല്ലേ, ആളും മരിച്ചിട്ട് കുറച്ച് കാലമായി. അപ്പം അന്ന് ഫസ്റ്റിൽ എൻ്റെ കഴിവുകൾ ആദ്യം കണ്ടുപിടിച്ചതൊക്കെ ഇപ്പം തന്നെ ആയിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹമായിരിക്കാം ലിങ്ക്വേ എന്ന് വളർന്ന് GCC ആസ്ഥാനമാക്കിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായി വളർന്നിരിക്കുന്നത്. അതെ അതെ. ഇനി ഉയരങ്ങളിലെത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ. പിന്നെ എൻ്റെ വൈഫ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം താങ്കളുടെ പാർട്ട്നേഴ്സ് താങ്കളെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കുക എന്നുള്ളതും അത് വലിയ കാര്യമാണ്. അതെ അതെ. നിങ്ങൾ കേട്ടു ഫസലുൽ അബദ്. അദ്ദേഹം നാട്ടിൽ സാധാരണ നമ്മളെപ്പോലൊരു സാധാരണക്കാരനായിരുന്നു. അദ്ദേഹം പഠിക്കാൻ അത്ര മിടുക്കനൊന്നുമായിരുന്നില്ല, പക്ഷേ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉള്ളത് കൊണ്ട് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കോഡിങ് മിടുക്കനായിരുന്നു. അങ്ങനെ പ്രവാസിയാവുന്നു, ഒരു ജോലിക്കാരനായി വരുന്നു, ഒരു വെർട്ടിക്കൽ. അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സിന് നന്ദി. അദ്ദേഹത്തെ പോലൊരാളെ ചിലപ്പോൾ നമ്മളൊരു ഈ രത്നമൊക്കെ നമ്മൾ ചൂഴ്ന്നെടുക്കുന്ന പോലെ അദ്ദേഹത്തെ ചൂഴ്ന്നെടുത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ് അദ്ദേഹത്തിന് ഒരു കാര്യം ഏൽപ്പിക്കുന്നു. ലിങ്ക്വേ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക. അദ്ദേഹം പാർട്ട് ടൈമായിട്ട് അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു ഉൽപ്പന്നം ഡെവലപ്പ് ചെയ്യുക മാത്രമല്ല, അത് നിരവധി കസ്റ്റമേഴ്സിലോട്ട് എത്തിച്ചു. അവർ സാക്ഷ്യം പറയുന്നു അതൊരു മികച്ചൊരു ഉൽപ്പന്നമാണെന്ന്. അദ്ദേഹം ചിലപ്പോൾ നാട്ടിൽ CBI ഉദ്യോഗസ്ഥനായിരിക്കേണ്ട ആളാണ്, പ്രോഗ്രാമറായിട്ടിരിക്കേണ്ട ആളാണ്. പക്ഷേ അതൊക്കെ വേണ്ടെന്ന് വെച്ച് കളഞ്ഞു. ഒരു സംരംഭം തലയ്ക്ക് പിടിച്ചാൽ അത് ഏതറ്റം വരെ പോകും. ഇന്ന് ഒമാൻ ആസ്ഥാനമാക്കി ദുബായിലും സൗദിയിലും ഇന്ത്യയിലൊക്കെ ഓപ്പറേഷൻസ് ഉള്ള ലിങ്ക്വേ എന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ സാരഥിയാണ് അദ്ദേഹം. അദ്ദേഹം 20 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സോഫ്റ്റ്വെയറുകൾ സ്മോൾ ആൻഡ് മീഡിയം ഓൺട്രപ്രണേഴ്സിന് ബില്ലിങ്ങിനും അക്കൗണ്ടിങ്ങിനും ഒക്കെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസ് അതിന് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ നിരവധി ഓപ്പർച്യൂണിറ്റികളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. നിരവധി സംരംഭങ്ങളും സംരംഭകരും ഒക്കെ നമ്മുടെ നാട്ടിലിങ്ങനെ ഉണ്ടാവട്ടെ. പ്രവാസികൾ ചിലപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഞാനൊരു സംരംഭം തുടങ്ങണം. നിങ്ങൾക്കറിയാവുന്ന ഒരു കർമ്മ മേഖല, അദ്ദേഹം അറിയാത്ത മേഖലയിൽ പോയി കൈപൊള്ളിയ ആളാണ്, 10 ലക്ഷം കളഞ്ഞ ആളാണ്. അറിയാത്ത മേഖലകളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാതെ അറിയുന്ന മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആദ്യമൊക്കെ കുറച്ച് പരീക്ഷണങ്ങളുണ്ടാവും, പിടിച്ചു കയറണം. പ്രവാസികളത് കാണുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലൊക്കെ ഒരു സംരംഭ മോഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ റിസ്ക് എടുക്കണം. ആ റിസ്ക് എടുത്ത് തന്നെ മുന്നോട്ട് പോകണം. കുറച്ച് വർഷം ജോലി ചെയ്തൊരു ചെറിയ ബാക്കപ്പ് ഉണ്ടാക്കി ചെറിയ മുതൽ മുടക്കാൻ നല്ലൊരു ആശയമുണ്ടെങ്കിൽ മുതൽ മുടക്കാൻ പലരും മുന്നോട്ട് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ കണ്ടവരാണ് നിങ്ങളൊക്കെ. അദ്ദേഹത്തിൻ്റെ ആശയത്തിനാണ് അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ് ആ ഗ്രീൻ സിഗ്നൽ കാണിച്ചത്. അതുകൊണ്ട് തന്നെ അത് വളർന്നു. ഫസലുൽ, വളരെ സന്തോഷം താങ്കളെപ്പോലൊരു വ്യക്തിയെ പരിചയപ്പെട്ടതിലും. ഒമാനിൽ സ്പാർക്കിൻ്റെ ഒമാൻ എഡിഷനിൽ മസ്കറ്റിൽ ഇരുന്നുകൊണ്ട് സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് ഈ കഥ പറയാനായതും വളരെ സന്തോഷമായി ഞാൻ കാണുന്നു. അതിനോടൊപ്പം തന്നെ താങ്കൾക്കും താങ്കളുടെ പാർട്ട്നേഴ്സിനും താങ്കളുടെ എംപ്ലോയീസിനും അതോടൊപ്പം താങ്കൾ കണ്ടുവച്ച ആ വലിയ സ്വപ്നങ്ങൾക്കും പുതിയതായി വരാനിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒക്കെ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.